കുട്ടനാടിന്റെ മുഖച്ഛായ മാറ്റാൻ പദ്ധതിയുമായി കേന്ദ്രം. കുട്ടനാടിൽ മത്സ്യകൃഷി വ്യാപിപ്പിക്കാൻ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ബഹുമുഖ പദ്ധതികളാണ് വരുന്നത്. ആധുനികവും പരമ്പരാഗതവുമായ കൃഷി രീതികളിൽ മത്സ്യ കർഷകർക്ക് പരിശീലനം നൽകും. നെൽകൃഷിയുമായി ചേർന്നുള്ള സംയോജിത മത്സ്യകൃഷി, കൂട് മത്സ്യകൃഷി, ഒരു മത്സ്യം ഒരു നെല്ല്, ബയോഫ്ലക് മത്സ്യകൃഷി എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. വിശദ പ്രോജക്ട് റിപ്പോർട്ട് ഉടൻ തന്നെ തയ്യാറാക്കും. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. അപ്പർ ലോവർ കുട്ടനാടിന്റെ വ്യത്യസ്ത സാഹചര്യങ്ങൾക്കനുസൃതമായി ശുദ്ധജലത്തിലും ഓരോ ജലാശയത്തിലും പ്രത്യേക പദ്ധതികൾ വരും. ഗവേഷണ സ്ഥാപനങ്ങൾ, കേന്ദ്ര ഏജൻസികൾ, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ എന്നിവയുടെ സാങ്കേതിക പിന്തുണയും ഉണ്ടാകും. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ കർഷകരെ പങ്കാളിയാക്കിക്കൊണ്ടാണ് കൃഷിരീതികൾ പ്രചരിപ്പിക്കുന്നത്. ഇതിലൂടെ ഒട്ടനവധി തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്പുകളും ലക്ഷ്യം വെക്കുന്നുണ്ട്. കർഷകരെ ശാക്തീകരിക്കാനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മത്സ്യ കർഷക ഉൽപാദക സംഘടനകൾ രൂപീകരിക്കും. മത്സ്യ സംസ്കരണം, പാക്കിംഗ്, വിപണനം എന്നിവയിൽ സംരംഭകരാകാൻ സഹായിക്കും. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഉൽപ്പന്നങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനവുമുണ്ട്.